ഇതെന്ത് പാട്ടത്? കേനുള്ള ഭാഗ്യം ഉണ്ടാവൂല, അധികാരമില്ലേ, അവകാശമില്ലേ. ഹലോ ഗോയ്സ്, വെൽക്കം ബാക്ക് ടു ഗോവിപ് യൂട്യൂബ് ചാനൽ. ഒരുമാതിരി ചതിയായിപ്പോയി, ഞാൻ പറയട്ടെ. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ കംപ്ലൈൻറ്റ് അറിയിക്കാൻ. 2, മറ്റേ പാട്ട് കേൾക്കാൻ കേട്ടോ. പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടായില്ല. സോ അത് നമുക്ക് കേട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ അത് കേട്ട് നോക്കാം. പെരുമ്പാവൂർ മോഹൻലാൽ ഒരൊറ്റ മനുഷ്യൻ കൊണ്ടിട്ട് ലൈഫ് മാറിപ്പോയേക്കുന്ന ഒരാളാണ് ആൻ്റണി പെരുമ്പാവൂർ. ലൈക്ക് സീരിയസ്ലി എനിക്ക് പുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ്. നോട്ട് ജസ്റ്റ് ബിക്കോസ് എന്താണ് മോഹൻലാലിൻ്റെ ഡ്രൈവറാണ്, മോഹൻലാലിൻ്റെ എല്ലാമാണ്. പക്ഷേ എനിക്ക് പുള്ളീനെയും ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പുള്ളീനെ ഇഷ്ടമാണ്. Music by Deepak Dev. Tanishq Nabar. Nintendo bala. എടാ മോനെ, അതെന്തായിരുന്നത്? ഓ, എനിക്ക് അറിഞ്ഞൂടാ ഈ പാട്ട് നേരത്തെ ഇറങ്ങിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനത് ഇപ്പോഴാണ് ആദ്യമായിട്ട് കേൾക്കണേ. ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിലും ഇതുവരെയും
ഒരു പുതിയ പാട്ടും ഫസ്റ്റ് ടൈം കേട്ടിട്ട് എനിക്ക് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ലിറ്ററലി ഈവൻ എൻ്റെ സ്വന്തം പാട്ട്, ഐ മീൻ ഞാൻ അഭിനയിച്ച പാട്ട് പോലും ഫസ്റ്റ് ടൈം അഭിനയിച്ച് എന്നുള്ള സെറ്റപ്പില്ല. എനിക്കൊരു പാട്ടൊരു 10 പ്രാവശ്യം കേട്ടാലാണ് അതിൽ നിന്നൊരു വികാരം കിട്ടുള്ളൂ. ഇതെന്ത് പാട്ടത്, എനിക്കൊരു ഓഞ്ചാമം വന്നേ. സീരിയസ്ലി, ആരടാ ഈ ദീപക് ദേവ്? ആ പുള്ളിയല്ലേ മ്യൂസിക്കിൻ്റെ ആളെന്ന് പറഞ്ഞേ. എന്ത് സീനോ, കൊള്ളാന്നാലും സെറ്റ് സെറ്റ് പാട്ട്. ഈ സാധനം തിയേറ്ററിലിരുന്ന് കേൾക്കുമ്പോൾ എന്നാ ഫീലായിരിക്കും അല്ലേ. പക്ഷെ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. അതാണ് ഞാൻ കംപ്ലൈൻറ്റ് പറയാൻ വന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, മോഹൻലാൽ ഫാൻസിന് ലോകത്ത് പുറത്തൊന്നും പോകാൻ പാടില്ലേ? അങ്ങനൊരു അബദ്ധം എനിക്ക് പറ്റി. പക്ഷേ അങ്ങനെ അബദ്ധം പറ്റിയ ഒരുപാട് പേരുണ്ടാകും. പക്ഷെ ഞങ്ങൾക്കൊന്നും സിനിമ ഇറങ്ങുന്ന ദിവസം കാണാനുള്ള അധികാരമില്ലേ, അവകാശമില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കണം. 28-ാം തീയതിയാണ് സിനിമ ഇറങ്ങണുള്ളൂ, അതും രാത്രി 10 മണിക്ക്. ഒന്നാമത്തെ കാര്യം, ഈ 10 മണിക്ക് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് എനിക്ക് ഇങ്ങോട്ട് വീട്ടിലെത്താൻ പറ്റൂല. എങ്ങനെ വരേണ്ടത് ഒരിക്കലും അറിഞ്ഞൂടാ. ഐ മീൻ ആ സമയത്ത് വണ്ടി ഉണ്ടാവില്ല. ഷിറ്റ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതുവരെയും ഒറ്റക്ക് സിനിമക്ക് പോയിട്ടില്ല. അപ്പം ഇങ്ങനെ പാതിരാത്രി ഇറങ്ങിപ്പോണേ. പക്ഷെ ബീയിങ് എ മോഹൻലാൽ ഫാൻ ഞാനത് ചെയ്യണം, അതത് ചെയ്തില്ലെങ്കിൽ തെറ്റാണ്. പക്ഷേ ഒറ്റക്ക് പോകണം രാത്രി എന്നുള്ളത് നമുക്ക് ഒഴിവാക്കുകയാണ് പ്രശ്നം. പക്ഷെ 10 മണിക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അത് ആലോചിക്കണ്ട. പിന്നെ ഒറ്റക്ക് പോകണം, എനിക്ക് ആരുമില്ല ഇവിടെ, ഞാൻ ഒറ്റക്കാണ്. അത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുന്നേരുന്ന് കൂവാനും ഡാൻസ് കളിക്കുക, അതിനാരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. പക്ഷെ ഇതില്ല അത്. പിന്നെ മൂന്നാമത്തെ കാര്യം, 28-ാം തീയതി 10 മണിയുടെ ഷോ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 30-ാം തീയതി എങ്ങാണ്ടാണ് ഒരു ഷോ ഉള്ളൂ. ഇതെന്താ അന്യായമാണ്? അല്ല, ഞാൻ അറിയാണ്ട് നോക്കി, ഇതെന്താ അന്യായമാണ്? മര്യാദക്ക് 2-3 ഷോ എങ്കിലും വെച്ചൂടെ? പാതിരാത്രി കൊണ്ടുവന്ന് വെച്ചേക്കണു. ഒന്നിനും ഈ കാലത്തെങ്കിലും വെക്ക്, വല്ല കാലത്ത് 5 മണിക്ക് വെച്ചോ, ഞാൻ പോയി കാണാം. പക്ഷെ എന്ത് കഷ്ടമാണിത്. എനിക്ക് കാണാൻ പറ്റൂലെന്നാണ് തോന്നണേ. എനിക്കത് ഓർത്തിട്ട് സങ്കടം വന്നിട്ട് സത്യമായിട്ടെങ്കിൽ നല്ല സങ്കടം വന്നിട്ടുണ്ട്. ഞാനിരുന്ന് കരയാത്തതാ. ഞാൻ ഇച്ചിരി മുന്നേ വരെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട്. വേറെ വല്ലയിടത്തൊക്കെ പോയി കാണാം. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെങ്കിലും പോകാനായിട്ട്. മോഹൻലാൽ ഫാനാന്ന് പറഞ്ഞ് റിസ്ക് എടുത്ത് പോയി കഴിഞ്ഞ് ഞാൻ വഴിതെറ്റ് വെല്ലൊഴിക്കും പോയാലാ റിവ്യൂ ഇടാൻ പോലും എന്നെ കിട്ടൂല. ഓ ദൈവമേ, ഇത് ഭയങ്കര മോശമായിപ്പോയി. സീരിയസ്ലി ഭയങ്കര മോശമായിപ്പോയി. മനുഷ്യന്മാർക്ക് കാണാൻ പറ്റണ സമയത്ത് ഒരു ഷോ വെക്കുക, ഒന്നാമത്തെ കാര്യം. പിന്നെ കൂട്ടുകാരെ തരാൻ പറയാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്ന സമയത്തായിരുന്നെങ്കിൽ ഒറ്റക്കാണെങ്കിലും പോയിരുന്ന് കണ്ടാനേ. ഇതിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വന്നപ്പം സങ്കടം സഹിക്കാൻ പറ്റണില്ലേ. ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് ഫ്ലാറ്റോ. യോഗമില്ല അമ്മണിയെ, പായം അടിച്ചിക്കോളി. സബ്സ്ക്രൈബ് ചെയ്തേരം എന്തായാലും.